നാണം കെട്ടിട്ട് നമ്മളിവിടെ സഹിച്ച് നിൽക്കുന്നത്. പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇല്ലത്. നാളെ പുറത്തിറങ്ങാൻ കഴിയാം നമുക്ക്. ഇങ്ങനെ ഒരു തോൽവി ഉണ്ടാവുമോ? കഴിഞ്ഞ പ്രാവശ്യം ശബരിമല, പെരിയ, കൊലക്കേസ്, രാഹുൽ ഗാന്ധി തരംഗം എന്നെല്ലാം പറഞ്ഞിട്ട് നിന്നു. ഇപ്പം എന്ത് തരംഗമില്ലത്? ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി മക്കളെ കാര്യത്തിൽ തന്നെ നമുക്ക് ഈ തോൽവി സമ്മതിക്കേണ്ടി വരും. ജനങ്ങൾക്കെല്ലാം അറിയുന്നുണ്ടല്ലോ ഇതെല്ലാം. മണ്ടന്മാരല്ല ജനങ്ങൾ. 10-15 മന്ത്രിമാർ 2 ലക്ഷം 3 ലക്ഷം ശമ്പളം പിടിച്ച് അവരെ വീട്ടിൽ കെട്ടി വെച്ചിട്ടാകുമ്പോൾ ഒരു മാസം ശമ്പളം കൊടുക്കാൻ പറ്റാത്ത മന്ത്രിമാരാണ് ഇല്ലത്. പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് ഈ മാസം ശമ്പളം വേണ്ട. അല്ലെ ഒരു MLA അല്ല മന്ത്രി ഈ പറഞ്ഞതിനൊന്നും നമ്മുടെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഒന്നുമില്ല കേട്ടോ. കാര്യം തന്നെ പറഞ്ഞത് കേൾക്കണം. ലോക്കൽ കമ്മിറ്റി തന്നെ കേൾക്കണത്. അപ്പുറം ഇപ്പുറം വെടിപൊട്ടുമ്പോഴല്ലോ നമ്മൾ നെഞ്ഞിടിക്കുന്നില്ല. രാജൻ പറഞ്ഞ കറ്റന്നെ ഒന്ന് പരിശോധിക്കണം. പാർട്ടി മെമ്പർമാർക്കും പരിശോധിക്കണം. പാർട്ടി മെമ്പർമാർ വോട്ട് ചെയ്തില്ലെന്ന് അത് നോക്കണം. നമസ്കാരം. പാർട്ടിയെയും ഭരണത്തെയും തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ജനങ്ങളെ ഇത്ര കണ്ട് ദുരിതത്തിലാഴ്ത്തിയ ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ടാകില്ല എന്നാണ്. ഇതെൻ്റെ വാക്കുകളല്ല. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് ഏറ്റ ദയനീയ പരാജയത്തെക്കുറിച്ച് പറഞ്ഞ ഒരു CPM പ്രവർത്തകൻ്റെ ആത്മനൊമ്പരമാണ്. ഈ പാർട്ടിക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നടക്കാൻ നാണമാകുന്നു. ജീവൻ കൊടുത്താണ് പാർട്ടിയെ ഇത്രയും നാൾ കാത്തു സൂക്ഷിച്ചത്. അതായത് സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് പാർട്ടിയെ കൊണ്ടു നടന്നത്. പാർട്ടി എന്ന് പറഞ്ഞാൽ അതൊരു വികാരമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പാർട്ടിയുടെ പേരും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. ആളുകൾ കളിയാക്കി ചിരിക്കുന്നത് കാണുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാനേ തോന്നുന്നില്ല എന്നാണ് ഒരു പാർട്ടി പ്രവർത്തകൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സ്വദേശം കാസർഗോഡാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMനുണ്ടായ ഇടതുപക്ഷത്തിനുണ്ടായ നാണം കെട്ട് തോൽവിക്ക് ഉത്തരവാദി കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് എന്നാണ് ആ പാർട്ടി പ്രവർത്തകൻ പറയുന്നത്. പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള നിരവധി അഴിമതി ആരോപണങ്ങൾ സമൂഹത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ CPMക്കാർക്ക് ഒരു കാരണവശാലും ആ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പോലും തോന്നുന്നില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ടത്ര യാതൊരു ഗുണങ്ങളുമില്ലാതെ ഒരു മുഖ്യമന്ത്രി നാട് ഭരിക്കുമ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ പാതയിൽ നിന്ന് മാറി അകന്നു പോയിരിക്കുന്നു പിണറായി വിജയൻ്റെ സർക്കാരും പിണറായി വിജയൻ സർക്കാരിലെ മന്ത്രിമാരും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുമെല്ലാം. ഇതാണ് ആ കാസർഗോട്ടുകാരനായ CPMകാരൻ പറഞ്ഞത്. അദ്ദേഹം മറ്റൊരു സുഹൃത്തിനോട് ഫോണിൽ സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖയാണ് നമുക്ക് കിട്ടിയത്. ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇദ്ദേഹത്തെ സമാശ്വസിപ്പിക്കുന്നുണ്ട്. നമ്മൾ CPMന് തന്നെയാണല്ലോ വോട്ട് ചെയ്തത്, പിന്നെ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് നമുക്ക് ഈ ടെലിഫോൺ സംഭാഷണത്തിൽ നിന്നും വ്യക്തമാകുന്നു. അപ്പോഴും അദ്ദേഹം അവരോട് പറയുന്നു, അതൊക്കെ ശരി തന്നെ, അല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഈ പാർട്ടി അല്ലാതെ നമ്മുടെ രക്തത്തിലില്ല, ജീവിതത്തിലില്ല. പക്ഷേ ഈ പാർട്ടിക്ക് ഇന്ന് നേരിട്ടിരിക്കുന്ന അപജയം എന്തുകൊണ്ടാണ് എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് വിഷമം. ആരാണ് ഇങ്ങനെ കമ്മ്യൂണിസത്തെ കൊണ്ടുചെന്ന് ഈ വിധത്തിൽ ദുരിതത്തിലാഴ്ത്തിയിരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പാടില്ലാത്ത രീതിയിൽ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരനെ ഇത്രത്തോളം നാണം കെടുത്തിയത് ആരാണ്? ഇത്രത്തോളം ഈ പാർട്ടിയെ അധപ്പതിപ്പിച്ചത് ആരാണ്? അതിന് ഒരേ ഒരു ഉത്തരമേയുള്ളൂ. ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഭരിക്കുന്നത് എന്നാണ് ഈ ടെലിഫോണിൽ സംസാരിക്കുന്ന പാർട്ടി പ്രവർത്തകൻ പറയുന്നത്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ എല്ലാവരുടെയും ഒരു വികാരമാണ് ഈ ടെലിഫോണിലൂടെ സംസാരിക്കുന്ന വ്യക്തിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാട് കുട്ടിച്ചോറായി മാറിയിരിക്കുന്നു. അഥവാ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വിഭാവനം ചെയ്ത രീതിയിൽ നിന്നെല്ലാം വളരെ ദൂരെയാണ് ഇന്ന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭരിക്കുന്ന ഈ കേരളം. ബംഗാൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കേരളത്തെക്കാൾ എത്രയോ ഭേദം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹത്തിന് നാട്ടിലെ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ലോകത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചുമെല്ലാം കൃത്യമായ ധാരണയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അഥവാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എവിടെയെല്ലാം ഭരിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ചും അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ട്. ബംഗാളിൽ എന്തായിരുന്നു CPM എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം സൂചന നൽകുന്നത്. ഇപ്പോൾ ബംഗാൾ ഏതവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥ കണക്കിലെടുക്കുമ്പോൾ ബംഗാൾ ഇതിലും എത്രയോ ഭേദം എന്നാണ് ഈ ടെലിഫോൺ സംസാരിക്കുന്ന സഖാവ് പറയുന്നത്.
ഒരുപക്ഷെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും ഇത്തരത്തിൽ തന്നെ വിലപിക്കുന്നുണ്ടാവാം. അവർ അത് പുറത്ത് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. പാർട്ടിയോടുള്ള കൂറ് മുഖാന്തരം ഞങ്ങൾ മൂലം ഇനി ഈ പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള അപജയങ്ങളും ഉണ്ടാകണ്ട, നാണക്കേട് ഉണ്ടാകണ്ട എന്നോർത്തുകൊണ്ട് നിരവധി കമ്മ്യൂണിസ്റ്റിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായ ഒരുപാട് ആളുകൾ ഇതുപോലെ മിണ്ടാതിരിക്കുന്നുണ്ടാവണം. എന്നാൽ ചിലരൊക്കെ ഈ ടെലിഫോണിൽ സംസാരിക്കുന്ന അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരനെ പോലെ പൊട്ടിത്തെറിക്കാനും ഇടയുണ്ട്. പലരും പൊട്ടിത്തെറിക്കും. ഇനി ഒരിക്കലും ഈ പാർട്ടി കേരളത്തിൽ തിരിച്ചു വരില്ല. കാരണം ഈ പാർട്ടിയിൽ നിന്ന് മറ്റുള്ള പാർട്ടിയിലേക്ക് ആളുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് കാരണം ഈ പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ ദുർഭരണം തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ തിരിച്ചു വരാനാവാത്ത രീതിയിൽ അധപ്പതനത്തിൽ നിന്നും അധപ്പതനത്തിലേക്ക് പോയിരിക്കുന്നു എന്നാണ് ഈ ടെലിഫോണിൽ സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു പരിശോധന നടത്തണം എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അതായത് ഈ പാർട്ടിക്ക് പാർട്ടിയുടെ പ്രവർത്തകർ തന്നെ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ പോലും വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് തനിക്ക് സംശയമുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും നാണം കെട്ട തോൽവി പിന്നെ എങ്ങനെയാണ് CPM-ന് ഉണ്ടായിരിക്കുന്നത്? CPM-കാർ പോലും CPM-ന് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന വിധി വന്നപ്പോൾ മനസ്സിലായത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. CPM-കാർ CPM-ന് വോട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ CPM-കാരിൽ പകുതി പേരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും നാണം കെട്ട ഒരു തോൽവി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഉണ്ടാകുമായിരുന്നില്ല, ഇടതുപക്ഷത്തിനുണ്ടാകുമായിരുന്നില്ല. എന്തെങ്കിലും പണിക്ക് പോകാൻ സാധിക്കാത്ത അത്ര രീതിയിൽ, അതായത് പൊതുജനങ്ങളെ മുഖത്തോട് മുഖം നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ടു ചെന്നെത്തിച്ച, നാണം കെടുത്തിയ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇനിയും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് ഇനി ആളുകൾ CPM-കാരനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് എന്നാണ് ഇദ്ദേഹം വളരെ ആത്മരോക്ഷത്തോടു കൂടി ചോദിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതായത് ക്ഷേമ പെൻഷൻ കിട്ടാതെ മറിയക്കുട്ടിമാരെല്ലാം പിച്ചച്ചട്ടി എടുത്ത് നടക്കുന്ന ഈ കാലത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സർക്കാരിനാകുന്നില്ല. സർക്കാർ ജോലിക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാനാകുന്നില്ല. എന്നാൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന മന്ത്രിമാരോ MLA-മാരോ അവരുടെ ഒരു മാസത്തെ ശമ്പളം പോലും വേണ്ട എന്ന് വയ്ക്കുന്നില്ല എന്നുകൂടി ഇദ്ദേഹം പറയുമ്പോൾ, തീർത്തും ഈ നാട്ടിൽ നടക്കുന്ന, ഈ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളയാളാണ് ഈ ടെലിഫോണിൽ സംസാരിക്കുന്ന സഖാവ് എന്ന് വേണം മനസ്സിലാക്കാൻ. രാജ്യത്തെ ഗതിവിഗതികളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാൾ ഇനി എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരനാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ വീണ്ടും പുതിയ ഉത്തരവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. PSC മെമ്പർമാർക്ക് 4 ലക്ഷം രൂപ വരെ ശമ്പളം കൂട്ടിക്കൊടുക്കാൻ നോക്കുന്നു, മറ്റ് അലവൻസുകൾ കൂട്ടിക്കൊടുക്കാൻ നോക്കുന്നു. അതുപോലെ തന്നെ മന്ത്രിമാരുടെയും മറ്റുള്ള ആളുകളുടെയും പേഴ്സണൽ സ്റ്റാഫിൻ്റെ ശമ്പള വർധനവിനെ കുറിച്ച് ആലോചിക്കുന്നു. ഇങ്ങനെ കേരളം ധൂർത്തടിച്ച് നശിപ്പിക്കുന്ന ആളുകൾ കേരളത്തിലെ സാധാരണക്കാരൻ്റെ, പട്ടിണിപ്പാവങ്ങളായ ജനങ്ങളുടെ ജീവിത നിലവാരത്തെക്കുറിച്ച് ഒരിക്കലെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. കാസർഗോഡുകാരനായ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൃത്യമായ ഇന്നത്തെ കേരളത്തിൻ്റെ പരിച്ഛേദം തന്നെയുണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ കേരളത്തിൻ്റെയും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും കൃത്യമായ രൂപരേഖയാണ് ഇദ്ദേഹം തൻ്റെ ശബ്ദരേഖയിലൂടെ വരച്ചിടുന്നത്. ഇനി ഒരിക്കലും ഈ പാർട്ടി, ഈ പ്രസ്ഥാനം കേരളത്തിൽ തിരിച്ചു വരില്ല എന്ന് തന്നെയാണ് ഇദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി പറയുന്നത്. ഈ സഖാവിൻ്റെ ശബ്ദരേഖ നമുക്കൊന്ന് കേൾക്കാം. നാണം കെട്ടിട്ട് നമ്മളിവിടെ സഹിച്ച് നിൽക്കുന്നത്, പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് പോയത്. നാളെ പുറത്തിറങ്ങാൻ കഴിയാം നമുക്ക്. ഇങ്ങനെ ഒരു തോൽവി ഉണ്ടാവുമോ? കഴിഞ്ഞ പ്രാവശ്യം ശബരിമല, പെരിയ, കൊൽക്കേസ്, രാഹുൽ ഗാന്ധി തരംഗം എന്നെല്ലാം പറഞ്ഞിട്ട് നിന്നു. ഇപ്പം എന്ത് തരംഗമില്ലത്? ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി മക്കളെ കാര്യത്തിൽ തന്നെ നമുക്ക് ഈ തോൽവി സംഭവിക്കേണ്ടി വരും. ജനങ്ങൾക്കെല്ലാം അറിയുന്നുണ്ടല്ലോ ഇതെല്ലാം. മണ്ടന്മാരല്ല ജനങ്ങൾ. 10-15 മന്ത്രിമാർ 2 ലക്ഷം 3 ലക്ഷം ശമ്പളം മുടിച്ച് അവരെ വീട്ടിൽ കെട്ടി വെച്ചിട്ടാകുമ്പോൾ ഒരു മാസം ശമ്പളം കൊടുക്കാൻ പറ്റാത്ത മന്ത്രിമാരാണ് ഉള്ളത്. പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് ഈ മാസം ശമ്പളം വേണ്ട. അല്ലെ ഒരു MLA, അല്ല മന്ത്രി, ഈ പറഞ്ഞതിനൊന്നും നമ്മുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒന്നുമില്ല കേട്ടോ. കാര്യം തന്നെ പറഞ്ഞത് കേൾക്കണം. ലോക്കൽ കമ്മിറ്റി തന്നെ കേൾക്കണത്. അപ്പുറം ഇപ്പുറം വെടിപൊട്ടുമ്പോഴല്ലോ നമ്മൾ നെഞ്ഞിടിക്കുന്നില്ല. രാജൻ പറഞ്ഞ കറ്റന്നെ ഒന്ന് പരിശോധിക്കണം. പാർട്ടി മെമ്പർമാർക്കും പരിശോധിക്കണം. പാർട്ടി മെമ്പർമാർ വോട്ട് ചെയ്തില്ലെന്ന് അത് നോക്കണം. അരവൈരോട്ടനെ കൊണ്ട് തന്നെ ഇത്തിരി വോട്ട് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അടക്കം ഇല്ല പാർട്ടി മെമ്പർമാർ.
ഇത് പിന്നെ കലക്ടർ മതിയല്ലേ എടുത്ത നേതാക്കന്മാർ. കലക്ടർ ഒന്ന് പറയാൻ കഴിയുമോ? മുണ്ടുവോ? എന്തായിപ്പോ? എല്ലാവർക്കും ഒരു ഇത് വേണം. ബംഗാൾ ഈനാട്ടായി. ബംഗാൾ ഈനെക്കാട്ടും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിനെക്കാട്ടും കടയായി പോയി ഇവിടെ കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടി പോലും. ഒരു ഇത് കഴിഞ്ഞതിനെക്കാട്ടും രാജമോഹൻ ഉണ്ണിത്താൻ നോക്കോ? എന്താ ആലോചിക്കുന്നത്? ആരും നിങ്ങൾക്കും പ്രശ്നമില്ല. ഇത് വോട്ട് ചെയ്തവർക്ക് ആ വിഷമം ഉണ്ടാവും. തോറ്റ് നാറിറ്റി മെമ്പർഷിപ്പും വേണ്ട, ഒന്നും വേണ്ട നമുക്കൊന്നും. ആ നമ്മ കൊടുത്തിന് പറഞ്ഞൊരു കാര്യമില്ല. പക്ഷേ നമ്മ കൊടുത്തിന് പറഞ്ഞൊരു കാര്യമില്ല. ഇതെല്ലാം ഭയങ്കര തന്നെ. അമ്മേടെ വോട്ട് വേറെ പുറത്തുള്ള ആളെ കൊണ്ട് ജയിക്കണം, ഞാനടക്കം പോയി ചെയ്തതാണ്. ആ വിഷമം നമുക്ക് നല്ലോണമുണ്ട്. എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് വേണ്ട, ഒന്നും വേണ്ട. ഞാൻ അനുവായിട്ട് നിന്നോളാം. ഇനി നമുക്ക് ഇന്ന് ഉത്തരം പറയാനൊന്നും കയ്യായി. ഞാനോടും മെമ്പർഷിപ്പ് ഇറക്കം ഞാൻ ഇതാക്കുന്നു. ഞാൻ നേരത്തെ ശേഷം ഞങ്ങൾക്ക് വേണ്ട. ഇനിയൊന്നും ഉത്തരം പറയണം. കലക്ടർമാരിൽ നിന്നിട്ട് നേതാക്കന്മാർ നിന്നൊരു കാര്യമില്ല. ഇവിടെ അയലോട്ടൊക്കെ ആ സ്ഥാനാർത്ഥിനെ കൊണ്ടുവന്ന് ആരെങ്കിലും കൊണ്ടുവന്നിനാ? 2 പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇയാള് സതീചന്ദ്രൻ കാരപ്പുള്ള ഒരു വീട്ടിൽ പോയി കൂടി. ഈ പ്രാവശ്യം സമയമില്ലേലും വരാൻ സമയമില്ലാന്ന് അയാളെ നിർത്തിക്കുമ്പോഴേ ഇവിടെ അഭിപ്രായം ഉണ്ടായി. നല്ല സ്ഥാനത്തല്ല, നല്ലതല്ലാന്ന്. അല്ല അയാളെ പറ്റി പറഞ്ഞല്ല. എന്താ വെച്ചാൽ മൊത്തത്തിൽ പോയല്ലോ. ഇത് ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞത്. കേൾക്കണം, കേൾക്കണം. അത്രയും സങ്കടം എനിക്ക്. ആ സങ്കടം പറഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നുള്ളത് ഇവർ കേൾക്കണം. ഞാനേ പറഞ്ഞു, ഞാൻ രാജനയിൽ പറയുന്നു. ഇപ്പോ അസാധ്യമെന്ന് കരുതരുത്.